തീർച്ചയായിട്ടും തോറ്റു പോണ 3 മന്ത്രിമാരുണ്ടെന്നാണ് പറയുന്നത്. കുറേ പേര് തോക്കും, പക്ഷേ തീർച്ചയായിട്ടും തോറ്റു പോണ 3 പേരുണ്ടെന്നാണ്. ഒന്ന് നിയമം ശിവൻകുട്ടി ജയിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. രാജീവ് ചന്ദ്രശേഖരന് അത് തിറെഴുതി കൊടുത്തിരിക്കുന്ന മണ്ഡലം പോലെയാണ്. അല്ലെങ്കിൽ വലിയ അണ്ടർസ്റ്റാൻഡിങ് നടക്കണം. ആരൊക്കെ? CPM കോൺഗ്രസും തമ്മിൽ വലിയ അണ്ടർസ്റ്റാൻഡിങ് പണ്ട് നടന്നതുപോലെയൊക്കെ നടന്നാൽ, സുരേന്ദ്രൻപിള്ള 40 വോട്ട് പിടിച്ചതുപോലെയുള്ള കഥ വന്നാൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വോട്ട് പിടിച്ച കഥ 40 എന്ന് പറഞ്ഞാൽ ഞാനൊരു മുഖം പറഞ്ഞതാണ്, ഒരു കൊട്ടക്കണക്ക് പറഞ്ഞതാണ്. സുരേന്ദ്രൻപിള്ള വളരെ കുറച്ച് വോട്ട് പിടിച്ചു. ആ വോട്ടെല്ലാം കൂടി ആര് പിടിച്ചു? ശിവൻകുട്ടി പിടിച്ചു. പിന്നെ രാജഗോപാൽ പിടിച്ചു. അന്ന് രാജഗോപാൽ ജയിച്ചു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ വോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തോ വാങ്ങിച്ചോ ഒക്കെ ഉള്ള പരിപാടികളൊക്കെ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് അന്ന് കൊടുത്തു എന്നല്ല ഞാൻ പറയുന്ന, ജനങ്ങൾ വേറെ രൂപത്തിലേക്കൊക്കെ ചിന്തിച്ചു. എന്തായാലും അന്ന് മുതൽ നിയമം BJPയുടെ ഒരു സംവിധാനമായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവർ തോറ്റെങ്കിലും, കുമ്മനം രാജശേഖരൻ അവിടെ തോറ്റെങ്കിലും തീർച്ചയായിട്ടും നിയമം ഇപ്പോഴും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു അപ്പർ ഹാൻഡിൽ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ വിക്കറ്റ് 1 ശിവൻകുട്ടി ഠാൺ, വിദ്യാഭ്യാസ മന്ത്രി റെഡി. അടുത്ത വിക്കറ്റ് വീഴാൻ പോകുന്നത് എറണാകുളത്താണ്, കളമശ്ശേരിയിലാണ്. P. രാജീവ് മന്ത്രിയാണ് വീഴാൻ പോകുന്നത്. അവിടെ ഇബ്രാഹിം കുഞ്ഞൊക്കെ ജയിച്ച് വളരെ വലിയ ഒരു UDF മണ്ഡലമാണ്. മുസ്ലിം വോട്ട് വലിയ നിർണായക സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ വർഷത്തെ കുത്തൊഴുക്കിൽ രാജീവ് രക്ഷപ്പെട്ടതാണ്. ഇപ്രാവശ്യം P. രാജീവ് തോറ്റുപോകും. അവിടെ വെള്ളം കുടിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തൃപ്പൂണിത്തറ പോയി പ്രസംഗിക്കാൻ പോലും P. രാജീവിന് കഴിയുന്നില്ല, മണ്ഡലം വിടാൻ കഴിയുന്നില്ല. അത്രമാത്രം ആൻറ്റി ഇൻകംബൻസ് ആണ് രാജീവിനെതിരെ. അവിടെ മലമുകൾ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫാക്ടറിയുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളാവട്ടെ, അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് ഇടപെടലുകളാകട്ടെ, രാജീവിൻ്റെ ചില കോമാളിത്തരമായിട്ടുള്ള ഉദ്ഘാടനങ്ങളാകട്ടെ, വല്ലാത്തൊരു രീതിയിലുള്ളൊരു മന്ത്രിയായിരുന്നു രാജീവ്. ഈ തള്ളിന് മാത്രം വലിയ തള്ളാണ് പുള്ളി. ഈ വ്യവസായ സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നതിനൊന്നും ഒരു കുറവില്ല. വളരെ താത്വികമായിട്ട് തള്ള് പലതരത്തിലുണ്ട്. മണി ആശാനെ പോലുള്ള സാധാ തള്ളുണ്ട്, കുറച്ചുകൂടെ ഡീസൻ്റ് ആയിട്ടുള്ള തള്ളുണ്ട്, താത്വിക തള്ളുണ്ട്. ഈ താത്വിക തള്ളിൽ വരുന്നതാണ് P. രാജീവ്, MV ഗോവിന്ദൻ മാഷ്, പിന്നെ സ്വരാജ്, ഇവരൊക്കെ താത്വികമാണ്. തോമസ് ഐസക്ക് രണ്ടും തള്ളും, താത്വികവും തള്ളും, താഴോട്ടിറങ്ങിയും തള്ളും. അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ ലെവലില്ല, ഏത് ലെവലിലാണോ നിന്ന് തള്ളും. രാജീവൊന്നും അങ്ങനെയല്ല, വളരെ താത്വികമായിട്ടാണ് തള്ളുന്നത്. മക്കൾ പറഞ്ഞാൽ പിന്നെ വേറെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല, പോട്ടെ, അത് അവിടെ നിൽക്കട്ടെ, താത്വികമായിട്ട് തള്ളും. അപ്പോൾ P. രാജീവ് തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത് നടക്കാനുള്ള സാധ്യത MP രാജേഷാണ്. MP രാജേഷും തോറ്റുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനകത്ത് വേറൊരു തമാശ നടക്കുന്നത്, ബാലഗോപാലും ചിലപ്പോൾ ഒരുപക്ഷെ തോറ്റുപോകാം. അങ്ങനെ തോക്കുകയാണെങ്കിൽ പണ്ട് VS അച്യുതാനന്ദനെ തോൽപ്പിച്ചതുപോലെ പിണറായി ഫാക്ടർ വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ ഒരു ഫാക്ടർ വർക്ക് ചെയ്താൽ, CPMനകത്ത് വർക്ക് ചെയ്താൽ 4 മന്ത്രിമാർ തോറ്റു എന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ. 1 MP രാജേഷ്, 2 P. രാജീവ്, 3 ബാലഗോപാൽ. ആ 3 പേരും തോൽക്കുന്നത്, പാര വയ്ക്കുന്നത് CPMകാർ തന്നെയായിരിക്കും. കാരണം അവർ വളർന്നു വന്നാൽ ഷംസീറിനാവട്ടെ, അല്ലെങ്കിൽ സ്വരാജിനാകട്ടെ, അല്ലെങ്കിൽ വീണ്ടും അവർ ജയിച്ച് മന്ത്രിയായാൽ നമ്മുടെ മരുമോനാകട്ടെ, മുഹമ്മദ് റിയാസിനാകട്ടെ, അവരുടെ രാഷ്ട്രീയ വളർച്ച വലിയ പ്രശ്നമായിരിക്കും. ഇത് മറ്റാരേക്കാളും അറിയാമെന്നുള്ള ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഈ 3 സീറ്റിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 4ാമത്തെ സീറ്റ് ഞാൻ പറഞ്ഞു, നേമം ശിവൻകുട്ടി. 4 മന്ത്രിമാർ എയറിലാണ് നിൽക്കുന്നത്. എന്ത് വേണമോ സംഭവിക്കാനുള്ള വലിയ സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് കൃത്യമായി ഫീൽഡിൽ നിന്ന് വരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടും, എറണാകുളം ജില്ല വലിയ തോതിലാണ് UDFിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ UDFിൻ്റെ തരംഗത്തിൽ കളമശ്ശേരിയും ഒഴുകാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും UDF ആയിരിക്കും അവിടെ ജയിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. വളരെ ഡൈനാമിക് ആയിട്ടൊരു സ്ഥാനാർത്ഥിയും കൂടെയാണ് അവിടെ മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിനും മുസ്ലിങ്ങൾക്കും വലിയ അപ്രമാദിത്വമുള്ള മണ്ഡലമാണ് കളമശ്ശേരി. അതുകൊണ്ട് തന്നെ കളമശ്ശേരി കൃത്യമായി എന്ത് വരാൻ സാധ്യതയുണ്ട്? UDF വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ MP രാജേഷ് മത്സരിക്കുന്ന തൃത്താലയിലും VT ബൽറാം ജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. നേമത്ത് ഞാൻ സൂചിപ്പിച്ചു, കൊട്ടാരക്കരയുടെ കഥയും ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ 4 മന്ത്രിമാരുടെ വിക്കറ്റുകൾ വീഴാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് നമ്മൾ കാണുന്നത്. ഇനി ചിഞ്ചുറാണി ചടയമംഗലത്ത് തോക്കുമെന്നറിയില്ല, കാരണം അവർ വലിയൊരു പെർഫോമൻസ് ഇല്ലാതിരുന്ന മന്ത്രിയാണ്. പക്ഷേ CPIയുടെ മണ്ഡലമായതുകൊണ്ട് അവിടെ ഇനി എങ്ങനെയെന്നറിയില്ല. ബിന്ദു അവിടെ നമ്മുടെ
തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കുന്ന ബിന്ദു, നമ്മുടെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, അവരും ഒരു ഇതാണ്. അതുപോലെ തന്നെ അനിൽ, നെടുമങ്ങാട് അനിൽ, GR അനിലിനുള്ളൊരു പ്രശ്നം. മീനാങ്കൽ കുമാർ എന്ന് പറയുന്ന അനിലിനോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന AITCയുടെയൊക്കെ ജില്ലാ നേതാവായിട്ടുള്ള CPIയുടെ തന്നെ അനിലിനോട് ആ കാലഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയം നടത്തിയിരുന്ന മീനാങ്കൽ കുമാറാണ് അവിടെ മത്സരിക്കുന്നത്. ജാതിപരമായി നോക്കുമ്പോഴും മീനാങ്കൽ കുമാറിന് ഒരു എഡ്ജുണ്ട് അവിടെ. അതുകൊണ്ട് അനിൽകുമാറിന് എതിരെ മീനാങ്കൽ കുമാർ ജയിക്കുമോ? അതുപോലെ തന്നെ പ്രസാദിൻ്റെ കാര്യത്തിൽ ഒരു വലിയ തലവേദന ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രസാദ് 6000 വോട്ടിനാണ് ജയിച്ചത്. 6000 വോട്ട് മറിക്കാൻ കഴിയുമെന്നാണ് സുധാകരൻ പറയുന്നത്, ഞാൻ പറയുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ സുധാകരൻ ഫാക്ടർ വല്ലാതെ വർക്കൗട്ട് ചെയ്താൽ പ്രസാദിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ പിന്നെ രാജൻ പിന്നെ നമ്മുടെ തൃശ്ശൂരിലെ രാജൻ്റാണ് പിന്നെ അടുത്ത മന്ത്രി ആയിട്ട് നിന്നൊരാൾ. ഇങ്ങനെ ഓരോരുത്തർ മന്ത്രിമാരായിട്ട് നിന്നിട്ടുള്ള ഓരോരുത്തരും ഇങ്ങനെ വന്ന്. പിന്നെ വീണ ജോർജ്, അത് പിന്നെ പറയാതിരിക്കാൻ കഴിയത്തില്ല. 5ാമത്തെ വിക്കറ്റും വീഴാൻ സാധ്യതയുണ്ട്. വീണ ജോർജിൻ്റെ അവിടെ അഫിൻ വർക്കി വലിയ പ്രതിരോധം ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെ അഫിൻ വർക്കിയും ജയിക്കുകയാണെങ്കിൽ കുമ്മനം രാജശേഖരൻ എത്ര വോട്ട് പിടിക്കുമെന്നതിനെ അടിസ്ഥാനിച്ചിരിക്കും. കുമ്മനം രാജശേഖരൻ വലിയ വോട്ട് പിടിക്കുകയും അതെല്ലാം വീണ ജോർജിൻ്റെ വോട്ടാവുകയും ചെയ്താൽ തീർച്ചയായിട്ടും അഫിൻ വർക്കി ജയിക്കും. അല്ലെങ്കിൽ അഫിൻ വർക്കിക്ക് ക്രിസ്തീയ സമുദായത്തിൻ്റെ വോട്ടിപ്പോൾ 2ആകും. അഫിൻ വർക്കിക്ക് അവിടുത്തെ മത മേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. പള്ളികളും സഭകളുമായിട്ട് നല്ല ബന്ധമാണ്. വീണ ജോർജിന് സമ്പൂർണ്ണമായി കഴിഞ്ഞ പ്രാവശ്യം കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ഈ പ്രാവശ്യം അഫിൻ വർക്കിക്ക് കൂടി ഷെയർ ചെയ്യപ്പെടുമ്പോൾ അഫിൻ വർക്കി ജയിക്കുമോ? അഫിൻ വർക്കി ജയിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 5 മന്ത്രിമാർ നമുക്ക് നോക്കേണ്ടത്. തിരുവനന്തപുരത്ത് നേമത്ത് ശിവൻകുട്ടി, അതുപോലെ തന്നെ വീണ ജോർജ് പത്തനംതിട്ടയിൽ, രാജീവ് എറണാകുളത്ത്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ രാജേഷ് പിന്നെ തൃത്താലയിൽ, കൊട്ടാരക്കരയിൽ നമ്മുടെ ബാലഗോപാൽ. പക്ഷേ കണക്കെടുക്കുമ്പോൾ 5ഉം CPM ആണെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു രസകരമായ രാഷ്ട്രീയ നിരീക്ഷണം.